ആടാ മക്കളെ, നമുക്കിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ പഠിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ. ഡൈപോൾ ഉണ്ടാക്കണ മാഗ്നറ്റിക് ഫീൽഡ്. ഡൈപോളിന് രണ്ട് തരം പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൽ പഠിച്ച പോലെ തന്നെയാണ്. ആക്സിയൽ പോയിന്റും ഉണ്ട്, ഇക്വറ്റോറിയൽ പോയിന്റും ഉണ്ട്. ആദ്യം നമുക്ക് ആക്സിയൽ പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം ഹെഡിങ് എഴുതണം, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സബ് ഹെഡിങ് എഴുതണം, എന്താണ്? ആക്സിയൽ പോയിന്റ്. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് എഴുതുക? ഒരു മാഗ്നറ്റിക് ഡൈപോൾ. നോർത്തും ഉണ്ട്, സൗത്തും ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററാണ് സി. ഓക്കെ, സെൻറ്ററിൽ നിന്ന് ഒരെൻഡിലേക്കുള്ള ദൂരം എൽ, ഇവിടെ എൽ. അപ്പോൾ ടോട്ടൽ ദൂരം 2L ആയി. സെൻറ്ററിൽ നിന്ന് നമ്മുടെ പോയിന്റിലേക്കുള്ള ദൂരം ആർ. ഈ പോയിന്റ് എവിടെയാ? മാഗ്നറ്റിൻ്റെ ആക്സിസിലാണ്. അപ്പോൾ എഴുതേണ്ട ഹെഡിങ് എന്തൊക്കെയാ എഴുതിയിരിക്കുക? കൺസിഡർ എ മാഗ്നെറ്റ് ഓഫ് പോൾസ് S and N. 2L is the length of the magnet. C is the center of the magnet. P is a point along the axis. R is the distance of the point from the center of the magnet. We want to find magnetic field at P. For this, we find magnetic field individually by each poles and add them vectorically. ഇത്രയേ ഉള്ളൂ. ഇനി അപ്പോൾ ഈ പോയിന്റിൽ ഓരോ പോളും ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടതിന് ശേഷം വെക്ടോറിക്കലി ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഫീൽഡ് ഡ്യൂ ടു നോർത്ത് പോൾ അത് നോക്കാം. നോർത്ത് പോൾ ഉണ്ടാക്കുന്ന ഫീൽഡ് ഞാൻ അതിനെ BN എന്ന് വിളിക്കാം. അപ്പം BN എന്തായിരിക്കും? μ0/4π P/, ഈ ദൂരം എത്രയാ? നോർത്ത് നിന്ന് അവിടേക്കുള്ള ദൂരം ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ 6, ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ L. സോ ഇറ്റ് വിൽ ബി R - L (²). ഞാൻ എങ്ങനെ കേട്ട ഡയറക്ഷൻ നോർത്ത് പോളിൽ നിന്നും എവേ ഫ്രം ദ പോൾ നമ്മൾ പഠിച്ചു. അപ്പോൾ എങ്ങനത്തെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത് ഡയറക്ഷനാണ്. S to N ഡയറക്ഷനാണ്. ശരിയല്ലേ? അടുത്തത് ഫീൽഡ് ഡ്യൂ ടു സൗത്ത് പോൾ. അത് നമ്മൾ BS എന്ന് വിളിച്ചു. ആ BS എന്താ? μ0/4π P / ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എത്ര ഉണ്ടാവും? R + L (²). സൗത്ത് പോൾ കാരണം നമ്മൾ എന്താ പഠിച്ച? പോയിന്റിൽ നിന്നും പോളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലേ? നോർത്ത് കാരണം പോയിന്റിൽ നിന്നും എവേ ആണ്, സൗത്ത് കാരണം പോളിലേക്കാണ്. നമ്മൾ ഇന്നലെ പഠിച്ചു. അത് എങ്ങനെ കേട്ടാ? നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആലോചിച്ച് പറയും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ റിസൾട്ടൻ്റ് കാണാൻ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ഡയറക്ഷൻ പറയും. വലുതാരാ? അടുത്തുള്ള പോളല്ലേ വലിയ ഫീൽഡ് ഉണ്ടാക്കുക. അടുത്തുള്ള പോൾ ആരാ? നോർത്ത് പോൾ. അപ്പം BN ആണ് വലുത്, കാര്യം സൗത്ത് അകലെയാണുള്ളത്. അപ്പം അകലെയുള്ള പോളിൻ്റെ ഫീൽഡ് കുറവായിരിക്കും. അപ്പോൾ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ഡയറക്ഷൻ പറയണം. അപ്പോൾ വലുത് അപ്പോൾ B ആക്സിയൽ വിൽ ബി BN - BS ആയിരിക്കും മോഡുലസ്. അതെങ്ങനെ കേട്ടാ? വലുതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കേട്ടാ? സൗത്ത് ടു നോർത്ത്. ഓക്കെ,
അപ്പോൾ ബി എൻ എന്താ നമ്മൾ പഠിച്ച് മ്യൂ 0 ബൈ 4 പൈ പി ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് മ്യൂ 0 ബൈ 4 പൈ പി ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ. ദാറ്റ്സ് ഓൾ. എങ്ങനെ കേട്ട് സൗത്ത് ടു നോർത്ത് കണ്ടുപിടിച്ചു. അതെങ്ങനെ ഇനി ചെയ്യും? ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ 0 ബൈ 4 പൈ പി ക്യാൻ ബി ടേക്കൺ ഔട്ട് 1 ബൈ ആർ മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ ആർ പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ 0 ബൈ 4 പൈ ഇത് രണ്ടും കൂടി ഗുണിച്ച് എൽ സി എം ആക്കാം. ആർ മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ ആക്കാം. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് ഇതും ഗുണിക്കുക, ഇവിടെ ഇല്ലാത്തത് അതും ഗുണിക്കുക അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുക? ആർ പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ 4ab ആണ്. അപ്പോൾ ആർ പ്ലസ് എൽ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എൽ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? 4rl. അപ്പോൾ എങ്ങനെ എഴുതും? മ്യൂ 0 ബൈ 4 പൈ ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ഇറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് 4ab. അപ്പോൾ ഇത് 4rl. ഗുഡ്. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഫ്രം സൗത്ത് ടു നോർത്ത്. സംശയത്തിനൊന്നും ഒരു സാധ്യതയില്ല, അത്രയും സിമ്പിളാണ്. മാത്രമല്ല നമ്മൾ ചാർജസ് ആൻഡ് ഫീൽഡിൽ പഠിച്ചതിൻ്റെ സിമ്പിൾ റെപ്ലിക്കേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതേപോലെ അല്ലേ പ്രോസസ്സ്? ഓക്കെ. ഇനിയോ അപ്പോൾ ബി ആക്സിയൽ ഈക്വൽ ടു ഇവിടെ പി ഉണ്ട് അല്ലേ? മ്യൂ 0 ബൈ 4 പൈ ഇൻറ്റു പി. ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. 2l ഇൻറ്റു 2r ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഡയറക്ഷൻ ഫ്രം സൗത്ത് ടു നോർത്ത്. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ പി ഇൻറ്റു 2l ആരാ? എം അല്ലേ? മാഗ്നറ്റിക് മൊമെന്റ്. അപ്പോൾ എന്തെഴുതും? മ്യൂ 0 ബൈ 4 പൈ 2mr ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഇറ്റ്സ് ഫ്രം സൗത്ത് ടു നോർത്ത്. ഇതാണ് മാഗ്നറ്റിക്. ഈ സൗത്ത് ടു നോർത്ത് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഡയറക്ഷനാണ്? മാഗ്നറ്റിക് മൊമെന്റിൻ്റെ തന്നെ ഡയറക്ഷനാണ് അല്ലെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞ ദിവസം മാഗ്നറ്റിക് മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പോൾ ഇവിടെ സൗത്ത് ടു നോർത്ത് എന്ന് പറയുന്ന എഴുതി വെക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ബി ആക്സിയൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ബൈ 4 പൈ 2mr എമ്മിന് വെക്ടർ കൊടുക്കുക ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഇനി സൗത്ത് ടു നോർത്ത് എന്ന് എഴുതി വെക്കണ്ട, കാരണം എമ്മിൻ്റെ ഡയറക്ഷനെ സൗത്ത് ടു നോർത്താണ്. അതുമായി ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫോർ എ ഷോർട്ട് ഡൈപോൾ അവൻ കൂടെ ചേർത്ത് വെക്കാം. ഷോർട്ട് ഡൈപോളിന് എന്താ സംഭവിക്കുക? എൽ വിൽ ബി മച്ച് ലെസ് ദാൻ ആർ. ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ദൂരത്തെ അപേക്ഷിച്ച്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ദൂരത്തെ അപേക്ഷിച്ച് മാഗ്നറ്റിൻ്റെ നീളം വളരെ വളരെ ചെറുതാണ്. അപ്പോൾ ബി ആക്സിയൽ വിൽ ബി ഈക്വൽ ടു മ്യൂ 0 ബൈ 4 പൈ 2mr ഡിവൈഡഡ് ബൈ, നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലിനെ കളയുന്നു. കാര്യം ആർ വളരെ വലുതാണ്, എല്ല് വളരെ ചെറുതാണെങ്കിൽ എല്ല് കുറച്ചാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്താവും? r⁴ ആയി. എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു
due to a short dipole, magnetic field along the axis is equal to mu 0 by 4 pi 2m by r cube. നോക്കി നിങ്ങൾ എക്സാക്ട്ലി 1/4πε0 പോലെ mu 0 by 4 pi. മറ്റൊരു ഓർമ്മയുണ്ടോ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 1/4πε0 2p/r³ എന്നാണ് പഠിച്ചത്. ഇവിടെ 1/4πε0 സ്ഥാനത്ത് ആരുണ്ട്? mu 0 by 4 pi. പിന്നെന്താണ്? 2m/r³. 2p/r³ പകരം 2m/r³. ഞങ്ങളോട് പറഞ്ഞു തുടങ്ങിയ ഓർമ്മയുണ്ടോ? മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഇലക്ട്രോസ്റ്റാറ്റിക്സും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്, ഭയങ്കര സാദൃശ്യമാണ്. ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ മുഴുവനും നിങ്ങൾക്ക് ആ സാദൃശ്യം ചേർത്തുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുക. വളരെ എളുപ്പമായിരിക്കും ഇത് പഠിക്കാൻ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇക്വിറ്റോറിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇപ്പോൾ എന്താ നമ്മൾ കൺക്ലൂഡ് ചെയ്ത്? ആക്സിയൽ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് മൊമെന്റിന്റെ അതേ ഡയറക്ഷനിലാണ്, എന്ന് വെച്ചാൽ സൗത്ത് ടു നോർത്തിലേക്കാണ്. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി axis of a magnetic dipole. Hope you are all happy, right? നന്നായിട്ട് ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുക, കറക്റ്റായിട്ട് പഠിക്കുക, മിടുക്കന്മാരായിട്ടിരിക്കുക, ഉഷാറാക്കുക. See you next time.